ജനുവരി 4 ശനിയാഴ്ച. യോഹന്നാൻ 1:35 മുതൽ 42 വരെ വാക്യങ്ങൾ. യഹൂദ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പുറപ്പാട്. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ തലേ ദിവസം യഹൂദന്മാർ അവരുടെ വാതിൽ കട്ടിൽപ്പടിയിൽ ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തി. ഈ അടയാളം അവരെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. യഹൂദ പാരമ്പര്യമനുസരിച്ച് പുറപ്പാടിൻ്റെ തലേ ദിവസം നിസാൻ മാസം 14-ാം തീയതി ജെറൂസലേം ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ച കളങ്കരഹിതമായ ഒരു ആട്ടിൻകുട്ടിയെ പിന്നീട് കുടുംബം ഭക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ് യേശുവിൻ്റെ യാഗത്തിന് സമാന്തരമായി ക്രിസ്തുവിനെ പെസഹ കുഞ്ഞാടായി പരാമർശിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ അവനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ശീർഷകം ത്യാഗത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും സംസാരിക്കുന്നു. പുറപ്പാടിൻ്റെ ആ പെസഹ കുഞ്ഞാടുമായിട്ട് ഇത് നേരിട്ട് ബന്ധപ്പെടുന്നു. മാനവികതയുടെ ആത്യന്തികമായ വീണ്ടെടുപ്പ് കൊണ്ടുവരുന്ന ഒരു ത്യാഗപരമായ റോളിലാണ് പുൽത്തൊട്ടിയിലെ കുട്ടി വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തുവുമായുള്ള ഒരു വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലേക്ക് നമ്മെ ക്ഷണിക്കുകയും നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ തന്നെ അനുഗമിക്കുന്നത് യേശു ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു വേണം എന്ന് അവിടുന്ന് ചോദിച്ചു. അത്ഭുതങ്ങളോ അടയാളങ്ങളോ അഭ്യർത്ഥിക്കുന്നതിന് പകരം അവർ പറഞ്ഞത്, റബ്ബി, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഈ ചോദ്യം ഗുരുവിനെ മനസ്സിലാക്കുന്നതിനും ഗുരുവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുമുള്ള ആഴത്തിലുള്ള ദാഹത്തെ പ്രതീകപ്പെടുത്തുന്നു. വരൂ, വന്ന് കാണുക എന്ന യേശുവിൻ്റെ പ്രതികരണം വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്കുള്ള തുറന്ന ക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബന്ധത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകുന്നത്. ഈ ക്ഷണം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മെയും നമ്മുടെ ലക്ഷ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്ന ഒരു പരിവർത്തനാത്മക യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.